ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. സൈലത്തിൻ്റെ ഈ വർഷത്തെ നീറ്റ് റിസൾട്ട്സ് നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞങ്ങളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലും സെലിബ്രേഷനിലുമായിരുന്നു. നമ്മുടെ സെലിബ്രേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളുടെ നീറ്റ് നമ്മുടെ കൂടെ പഠിച്ച് ക്ലിയർ ചെയ്ത ഒരുപാട് മക്കൾ വന്നിരുന്നു. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് സംസാരിച്ചു. അവരോരോരുത്തരും അവരുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങളിൽ കുറേ പേര് എനിക്ക് അയക്കുന്നൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആഗ്രഹിച്ച സ്കോർ കിട്ടിയില്ല, എൻ്റെ സ്കോർ ഭയങ്കര കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഈ സ്കോർ വെച്ച് എനിക്ക് ഏതെങ്കിലും കോഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ടോ, അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് പെട്ടെന്ന് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നിങ്ങളതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്കത് ലോജിക്കലായി തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പേഴ്സ് കുറേ പേര് സംസാരിച്ചപ്പോൾ, ഇപ്പം നമ്മുടെ അജീമും ഷാരനും അതുപോലെ തന്നെ റെനയും ഇവരൊക്കെ നിഹയും ഒക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നിന്ന് വന്നവരാണ്. ഇപ്പം അജീമിൻ്റെ അടുത്തൊക്കെ നിനക്കൊക്കെ ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റില്ല എന്ന് കുറേ പേര് പറഞ്ഞു, മറ്റ് പലയിടത്തൊക്കെ പഠിക്കാൻ പോയപ്പോൾ. കാരണം അവന് ബേസ് ഇല്ലായിരുന്നു, അവന് മാർക്കൊക്കെ കുറവായിരുന്നു. ഷാരൻ പറഞ്ഞത്, ഷാരന് കഴിഞ്ഞ നീറ്റിൽ കിട്ടിയ സ്കോർ 290 അതിൽ നിന്നാണ് ഈ വർഷം 600 ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രയും റാങ്കിലും അത്രയും മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ കാരണം ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ നിന്ന് വന്നിട്ട്, അപ്പം ഇവരുടെ ഒക്കെ ഞാൻ വേറെ ഒരുപാട് ടോപ്പേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ ഇവരൊക്കെ പറയുന്ന കാര്യം, ഇവരുടെ ഈ ഒരു ജേർണിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എപ്പോഴും നെഗറ്റീവ് പറയുന്നുണ്ട്. കേരളത്തിലൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു, നീ ഡോക്ടറാകാൻ കഴിയില്ല എന്നാണ്. എല്ലാവരും എൻ്റെ കൂട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞത്, അടുത്ത കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ 640+ ഉള്ളവരായിരിക്കും, അനക്ക് എന്തായാലും പാടായിരിക്കും, കട്ട് ഓഫ് വീണ്ടും കൂടും, എടാ നീ പോണമെന്നില്ല എന്നാ പറഞ്ഞേ. അതായത് ഇത് ശരിയല്ല, ഈ ഡിസിഷൻ ശരിയല്ല, എന്താണ് നിനക്കൊന്നും ഇതാവാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ സ്കോർ ഇതാണ്, അല്ലെങ്കിൽ നീറ്റിൻ്റെ സ്കോപ്പ് പോയി, അത് പോയി, ഇത് പോയി. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവില്ലേ, നീറ്റൊക്കെ ഇനി നോക്കിയിട്ടൊന്നും കാര്യമില്ല, പിന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് പോകും, വേറെ എന്തെങ്കിലും പ്രൊഫഷൻ എടുക്കും, ഇവിടെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രം മതിയോ, അല്ലേ ഡോക്ടേഴ്സ് എൻ്റെ ഫീൽഡ് സാച്ചുറേറ്റ് ചെയ്യണം, കുറേ പേര് നിങ്ങളോട് കുറേ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മളിങ്ങനെ കേൾക്കും, ശരിയാണല്ലേ, എന്നാൽ വേറെ എന്തെങ്കിലും ഇതിന് പോയി ചേർന്നേക്കാം. അപ്പോൾ അങ്ങനെ നമ്മളെ തന്നെ വി ഓൾവേസ് സെറ്റിൽ ourselves ഫോർ ലെസ്, അല്ലെങ്കിൽ ഭയങ്കരമായ ചിലവും ഭയങ്കരമായ ഫിനാൻഷ്യൽ ബേർഡൻ നമുക്ക് ഉണ്ടാക്കുന്ന എന്തിനെങ്കിലും പോയിട്ട് നമ്മൾ ചേരും, എന്തിലെങ്കിലും പോയി തലയിടും. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇതിൻ്റെ ഒക്കെ ഇതെന്താണെന്ന് വെച്ചാൽ, ബേസിക്കായിട്ട് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി ഒരു 10 മാസം സമയമുണ്ട്. നീറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ശരിക്കും വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, ആ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന് ഇറങ്ങി പുറപ്പെടുക. കാരണം ഇപ്പം അജീമും അല്ലെങ്കിൽ നമ്മുടെ റെനയും ഇവരൊക്കെ പറഞ്ഞത് എന്താ, ഷാരനൊക്കെ പറഞ്ഞത് എന്താ, എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു, നിനക്ക് സ്കോർ കുറവല്ലേ, ഇത് നോക്കണ്ട, നീ വേറെ കോഴ്സിന് പോയിക്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ. എപ്പോഴും എന്നെ നെഗറ്റീവ് പറയാൻ, സപ്പോർട്ട് ചെയ്യാൻ, എന്താ പറയുക, എനിക്ക് സപ്പോർട്ട് തരാണ്ടിരിക്കാൻ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കേട്ടോണ്ടിരുന്നാൽ നമ്മൾ ഈ 10 മാസം കഴിഞ്ഞിട്ടും അടുത്ത മെയ് ആകുമ്പോഴേക്കും നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ വേറെ എന്തെങ്കിലും പോയി ചാടി നമ്മൾ അതോർത്ത് റിഗ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് മക്കളെല്ലാവരും ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യം. ആളുകൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആദ്യം കേൾക്കാണ്ടിരിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഭയങ്കരമായ സ്കോർ കുറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഈ ലോവസ്റ്റ് സ്കോർ ഇപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ മാറ്റിമറിക്കൊന്നുമില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ദിസ് വാസ് നോട്ട് യുവർ ലാസ്റ്റ് ചാൻസ്. വാസ് ഇറ്റ് യുവർ ലാസ്റ്റ് ചാൻസ്? വാസ് ഇറ്റ് യുവർ ലാസ്റ്റ് ചാൻസ് ടു ക്ലിയർ നീറ്റ് എക്സാം? വാസ് ഇറ്റ് യുവർ ലാസ്റ്റ് ചാൻസ് ദാറ്റ് ലൈഫ് ഗേവ് യു? അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നും ഇല്ലാത്ത പക്ഷം നമ്മൾക്കിനി അങ്ങോട്ടേക്ക് ജീവിക്കാനുള്ള ആരോഗ്യവും പഠിക്കാനുള്ള കഴിവും മനസ്സും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇറ്റ് ഈസ് സ്റ്റിൽ പോസിബിൾ. പഠിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, ഇനി എനിക്ക് വയ്യാന്ന് വെച്ചിട്ട് നിങ്ങൾ മനസ്സിനെ അങ്ങ് ഇതാക്കല്ലേ. ആൻഡ് ബി താങ്ക്ഫുൾ ദാറ്റ് ഏജ് ലിമിറ്റും അറ്റംപ്റ്റ് ലിമിറ്റും ഒന്നും വന്നിട്ടില്ല നീറ്റിന്, അല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ മറ്റേ ഗവൺമെൻറ് എക്സാംസിന് ട്രൈ ചെയ്യുന്നവരുടെ അവസ്ഥയായി പോയില്ല. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാനേ പറ്റില്ല, എഴുതാനേ പറ്റില്ല. അപ്പോൾ ബി താങ്ക്ഫുൾ, നീറ്റ് എക്സാമിൽ അങ്ങനത്തെ റൂൾസ് ഒന്നും ഇപ്പോൾ വന്നിട്ടില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മുടെ ചുറ്റും നമുക്കുള്ള സൗകര്യങ്ങൾ, നമ്മൾക്കുള്ള അവസരങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത്? ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ
നിങ്ങളിപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്കോറിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ നീറ്റ് സ്കോർ വെച്ച് നിങ്ങൾക്ക് ആഗ്രഹിച്ച കോളേജിൽ കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം. നീറ്റിൽ നിങ്ങൾക്ക് സ്കോർ കുറഞ്ഞത് എന്തുകൊണ്ടാണ്? എക്സാമിൻ്റെ ടഫ്നെസ് ഈ വർഷം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. രണ്ടാമത്തെ റീസൺ നിങ്ങളുടെ +2 നിങ്ങൾക്ക് ബേസ് ഇല്ല എന്നുള്ളതാവാം, അല്ലെങ്കിൽ +1 +2 സിലബസ് എനിക്ക് ബേസ് ഇല്ല, കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുള്ളതാകാം. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആകാം, പേരൻസിൻ്റെ ഡൗട്ട് കാരണം പേരൻസിന് വിശ്വാസമില്ല ഇതിന് ഇനി പോകണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിരിക്കും. അപ്പം ഏതാണ് നിങ്ങളുടെ വീക്ക് പോയിന്റ്, ഏതാണ് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി അതിൽ വർക്ക് ചെയ്യുക. പാരൻസിനോട് സംസാരിക്കാം. പാരൻസിന് ഈ മിസ് കുറേ വീഡിയോസ് പാരൻസിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്, ഞാൻ തന്നെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടുകളെ മനസ്സിലാക്കാം, നമ്മുടെ ടോപ്പേഴ്സിൻ്റെ സ്റ്റോറിയെ പറഞ്ഞ് മനസ്സിലാക്കാം. ഏറ്റവും കുറഞ്ഞ സ്കോറിൽ നിന്ന് വന്നിട്ട് ഏറ്റവും കൂടിയ സ്കോറിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഡിസൈഡ് വാട്ട് യു നീഡ് ടു വർക്ക് ഓൺ ആൻഡ് ഡോണ്ട് സ്റ്റാൻഡ് ബൈ യുവർ എക്സ്ക്യൂസസ്. കാരണം എന്തുകൊണ്ടാണ് വീണ്ടും 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 നിങ്ങൾ ഇതിൽ തന്നെ നോക്കണം മക്കളെ. നിങ്ങൾ എന്താ പറയുക, ആളുകൾ ഇങ്ങനെ പലതും പറയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കാരണം ആളുകൾ നിങ്ങളോട് എപ്പോഴും എളുപ്പ വഴി പറഞ്ഞുതരും. പെട്ടെന്ന് വേറൊരു ഓൾട്ടർനേറ്റ് കരിയർ ചൂസ് ചെയ്യുക, വേറൊരു കോഴ്സ്. എനിക്ക് കുറേ കുട്ടികളുടെ മെസ്സേജ് വരുന്നുണ്ട്, ഇതൊക്കെ കോഴ്സുകളുടെ പേരുകളാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി മെസ്സേജ്, മാം ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്ന കോഴ്സിൻ്റെ സ്കോപ്പ് എന്താണ്. അപ്പം അങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതാണ് നിങ്ങളുടെ പാഷൻ എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. പക്ഷേ എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, മിസ്സേ ഇതിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കോപ്പ് ഉണ്ടോ, ഇതിന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടോ, ഇതിൻ്റെ എന്താണ്? സോ ആസ് ലോങ് ആസ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഈ ഒരു കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സെക്യൂർ കരിയർ കിട്ടും എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു കോഴ്സിനെ കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് അഡ്വൈസ് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഉറപ്പുള്ള കാര്യം ഇതായതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയാലും നിങ്ങൾക്ക് അഭിമാനത്തോടെ ഒരു ജോലിയിൽ കയറാൻ പറ്റും. ക്യാൻ ബി എ പ്രൗഡ് പേഴ്സൺ ബിക്കോസ് ഞാൻ പഠിച്ച് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് നല്ലൊരു പ്രൊഫഷണൽ ഡിഗ്രി എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് നല്ലൊരു ജോലി തരുന്നത് എനിക്ക് 200% ഉറപ്പ് പറയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പഠിക്കാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുകയല്ല, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. കാരണം എന്നോട് കുറേ കോഴ്സിൻ്റെ പേര് ഇങ്ങനെ നിരത്തി പിടിച്ചിട്ട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അതിന് സ്കോപ്പ് ഉണ്ടോ, ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ, ഇതെന്താണ്, ഇതിൻ്റെ ഫ്യൂച്ചർ സാധ്യതകൾ എന്താണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. നിങ്ങൾ അതിനൊന്നും എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ലൊരു സെക്യൂർ കരിയർ ഉണ്ടാവുക, ആൻഡ് ദാറ്റ് ഈസ് ആസ് ഫോർ എ സയൻസ് സ്റ്റുഡൻറ്റ്, അതാണ് ഞാനിവിടെ വന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും, മിസ് എന്തുകൊണ്ടാണ് വേറെ പ്രൊഫഷൻസിനെ കുറിച്ച് പറയാത്തത്? അപ്പം ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ, ഞാനൊരു ടീച്ചറാണ്. എനിക്ക് മെഡിക്കൽ ഫീൽഡിലും റിസർച്ചിലുമൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ഞാൻ ടീച്ചിങ്ങിലേക്ക് വന്നത് ദർ ഇസ് എ റീസൺ. അത് എൻ്റെ പാഷനാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് വന്നത്, ആൻഡ് ഓൾസോ സിറ്റുവേഷൻസ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പക്ഷേ നിങ്ങളോട് ടീച്ചിങ്ങിനെ കുറിച്ച് പറയാത്തത്? വൈ ആം ഐ നോട്ട് ടെല്ലിങ് യു അബൌട്ട് ദ ടീച്ചിങ് പോസിബിലിറ്റീസ് ഓഫ് ദിസ് പ്രൊഫഷൻ? കറക്റ്റ്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഐ നോ വാട്ട് ഇറ്റ് ടുക്ക് മീ ടു റീച്ച് ടിൽ ഹിയർ. I know how many sleepless nights, how many heartbreaks, how many failures, how many rejections I had to go through to be where I am today. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഹാപ്പി ആയിട്ട് ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട്, അതും ഒരുപാട് സമയമെടുത്തിട്ടുള്ള വർഷങ്ങളോളമുള്ള കഷ്ടപ്പാട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. Easily my last 12-13 years has gone into building my career. അപ്പം ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതില്ലാതെ തന്നെ ഐ വോണ്ട് യു ടു ഹാവ് ഇറ്റ് അറ്റ് ഈസ് മൈ ചിൽഡ്രൻ. നിങ്ങൾക്കിത് എളുപ്പം കിട്ടും. അതായത് നിങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ നല്ല പോലെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്കുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരും. അപ്പം ഇന്ത്യയിലെ പ്രീമിയം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. ഏറ്റവും ഹയസ്റ്റ് പ്രൊഫഷണൽ ഡിഗ്രി നിങ്ങൾക്ക് ഒരു കുറഞ്ഞ പ്രായത്തിൽ വാങ്ങിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് ഫീൽഡിൽ പോയാലും നിങ്ങൾക്കുള്ള ആ ഡിഗ്രി, നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി, ഒരു ഡോക്ടർ എന്നുള്ള നിങ്ങൾക്കുള്ള പേര്, അത് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾ പോയിക്കോളൂ. അപ്പം അണ്ടർസ്റ്റാൻഡ് വൈ ഐ എം കമ്മിങ് അഗെയിൻ ആൻഡ് ടെല്ലിങ് യു, റിപ്പീറ്റിംഗ് ദ സെയിം തിങ്സ് ടു യു. പീപ്പിൾ വിൽ ടെൽ യു 1,000 things. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനും അങ്ങനെ ഒരു പീപ്പിൾ മാത്രമാണ്. ഞാനും കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ ജസ്റ്റ് ഫോർ ഒരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കൊരു സേഫ് പ്രൊഫഷൻ തരുന്നത് എന്താണ്, നിങ്ങൾക്കൊരു സേഫ് ഏർണിംഗ്, ഒരു സ്റ്റേബിൾ ഇൻകം തരുന്നത് എന്താണ്, അതിലേക്കാണ് ഞാൻ നിങ്ങളെ വിടുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് കറക്റ്റ് മീനിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ്
പിന്നെ എപ്പോഴും എൻ്റെ ഈ സ്കോർ വെച്ചിട്ട് എനിക്ക് ഈ കോഴ്സസ് കിട്ടുമോ, ഇപ്പം കുറേ മറ്റ് പാരാമെഡിക്കൽ കോഴ്സസിനാകട്ടെ കുറേ കോഴ്സസിന് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ വെച്ചിട്ട് അഡ്മിഷൻ കിട്ടും. പക്ഷേ അത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ, നിങ്ങൾ അവിടെ ഹാപ്പി ആയിരിക്കുമോ, ഗിവ് യു എ സക്സസ്ഫുൾ കരിയർ ഇൻ ദ ഷോർട്ടസ്റ്റ് ടൈം എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ഞങ്ങളുടെ സെലിബ്രേഷൻസ് ഇനിയും നടക്കും, മെഡിക്കൽ അവാർഡ്സ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ കൂടുതൽ സൈലത്തിൻ്റെ ഡോക്ടേഴ്സിനെ കാണും, അവരുടെ വിശേഷങ്ങൾ അറിയും, അവരുടെ വിവരങ്ങൾ അറിയും. എന്തും തീരുമാനിക്കുന്നതിന് മുമ്പ് know that people will come and tell you 1,000 things. You can always listen. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാനും പറ്റും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഫൈനൽ തിങ്. പ്ലീസ് ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്, ബിക്കോസ് നിങ്ങളുടെ മുമ്പിലുള്ള പോസിബിലിറ്റീസ് ഒരുപാടാണ്. Okay, I hope this was helpful. Thank you.